ഇനി ക്ലോഡ് ലെവിസ്ട്രാസിന് ഒരു ഭാഷ്യം, ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകളെ മുൻനിർത്തി എന്നാണ് ആ പുസ്തകം. ഇതാണ് ആ പുസ്തകം. ഭാഷാൻഷോട് ഇപ്പം ഇറക്കിയതാണ്. അപ്പൊ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പുസ്തക വിസ്താരം എന്നൊരു പരിപാടി കണ്ണൂർ ശിക്ഷക് സദനിൽ ഫെബ്രുവരി 14 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ നടക്കുകയാണ്. അക്കാദമിക് രംഗത്തുള്ള സാഹിത്യ മേഖലയിലുള്ള 15ഓളം പ്രമുഖ പണ്ഡിതർ ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രബന്ധ പരമ്പരകൾ ഒരു ഏകദിന സെമിനാറിൽ നടത്തുകയാണ്. അക്കാദമിക്ക് പ്രത്യേകിച്ചിട്ട് ഭാഷാ സാഹിത്യത്തിലും ഫോക്ലോറിലൊക്കെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അവർക്കൊക്കെ താല്പര്യപൂർവ്വം ഒരു അനുഭവമാക്കി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഈ പുസ്തക വിസ്താരം എന്നുള്ള പരിപാടി വെച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ശാസ്ത്ര വിദഗ്ധനും നരവംശാസ്ത്ര വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള ക്ലോഡ് ലെവി സ്ട്രാസിന്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇടശ്ശേരി, നമുക്കറിയാം മലയാളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കവിയാണ് ഇടശ്ശേരി. കുഴിവെട്ട് മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പാടിയിട്ടുള്ള ഇടശ്ശേരിയുടെ 2 ആഖ്യാന കാവ്യങ്ങൾ, അതാണ് ഒന്ന് പുത്തൻ കലവും അരിവാളും പൂതപ്പാട്ട്. ഈ 2 ആഖ്യാന കാവ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ലെവി സ്ട്രാസിന്റെ ഈ പറയുന്ന പഠന പദ്ധതിയുടെ ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകം. അപ്പൊ ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത സെമിനാർ നമ്മുടെ സംഘടിപ്പിക്കുന്ന സെമിനാർ. കാരണം ഇതില് സാഹിത്യം, ഫിലോസഫി, ഫോക്ലോർ, പിന്നെ അങ്ങനെ ഓരോ നിയമം, അങ്ങനെ ഓരോ മേഖലകൾ വെച്ചിട്ട് ആ രംഗത്തെ വിദഗ്ധന്മാരാണ് ഈ സെമിനാറിൽ അരമണിക്കൂർ ദൈർഘ്യമുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും ഇപ്പോഴും ദേശാഭിമാനി വാരികയുടെ പത്രാധിപരുമായിട്ടുള്ള ഡോക്ടർ KP മോഹനാണ്. ചെറുകാടിന്റെ മകനായിട്ടുള്ള KP മോഹനാണ് ഇതിന്റെ ഉദ്ഘാടനവും നടത്തുന്നതും ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നതും അദ്ദേഹമാണ്. ഈ പരിപാടിയുടെ മറ്റൊരു സവിശേഷത, ഇടശ്ശേരിയുടെ മകൻ മാധവൻ ഇടശ്ശേരി ഈ പരിപാടിയിൽ അതിഥിയായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗവേഷണ തൽപരരായിട്ടുള്ള വിദ്യാർത്ഥികളെയും മറ്റു തൽപരരായിട്ടുള്ള ആൾക്കാരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മുൻകൂട്ടി അവരുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി നടത്തുന്നത്. അയലാളർ എന്ന് പേർ നൽകിയിരിക്കുന്ന അവർ സംഘാടക സമിതി, അയലാളർ എന്നു പേരുള്ള, അയൽവക്കം എന്നാണ് ഇതിൻ്റെ അർത്ഥം, അയൽക്കാർ എന്നാണ് അർത്ഥം, എന്ന ഒരു സുഹൃത്ത് കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു വൈജ്ഞാനിക ധാര അല്ലെങ്കിൽ ഒരു മെത്തഡോളജി ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥം പോലും ഇന്ന് വരെ രൂപപ്പെട്ടതായിട്ട് എൻ്റെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി സാഹിത്യ വിമർശനത്തിൽ തന്നെ ആകെ അതിൽ നിന്നൊരു വ്യത്യസ്തത കാണുന്നത് MN വിജയൻ മാഷുടെയോ ലീലാവതി ടീച്ചറുടെയോ ചെറിയ പഠനങ്ങൾ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള തിയറിയെ ബേസ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് 2 തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒന്ന്, ഒരേ സമയം ക്ലോഡ് ലെവിസ്ട്രോസിന്റെ തിയറി എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച തത്വം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എടശ്ശേരിയുടെ 2 കവിതകൾ, ഒന്ന് പുത്തൻകലവും അരിവാളും എന്ന് പറയുന്ന കവിത, മറ്റൊന്ന് പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിത, ഇതിനെ 2നെയും വിശകലനം ചെയ്യുന്നു. അത് ഒരു പഠനമാവുന്നത് സ്വാഭാവികമായിട്ടും ആ കവിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഒരു ബേസിക് ആയിട്ടുള്ള ഘടനയിലാണ് ഈ 2 കവിതകളും തെഴുത്തു വരുന്നത് എന്നുള്ള ബേസിക് പാരഡൈമിലേക്ക് പോകുന്ന പഠനമായിട്ടാണ് ആ 2 ഭാഗം ഈ പഠനത്തിൽ നിൽക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരു ഭാഗം നമുക്ക് പരിചിതമല്ല. അതെന്താണെന്ന് വെച്ചാൽ, മൂന്നാമത് ആഖ്യാന രൂപങ്ങൾക്കെല്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് നാളെ മറ്റ് പലരും ഇത് സൂട്ടാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് തിയറൈസ് ചെയ്യപ്പെടും. അങ്ങനെ തിയറൈസേഷനിലേക്ക് പോകുന്ന തരത്തിലുള്ള പഠനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതാണ്, വിജയൻ മാഷ് പോലും ലോകം അംഗീകരിച്ച തിയറിയുടെ ബേസിൽ തൻ്റെ ഡാറ്റയെ കാണുകയാണ് ചെയ്തത്. ഇപ്പോൾ മാമ്പഴ പഠനങ്ങളൊക്കെ ശ്രദ്ധേയമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതുപോലെ വൈലോപ്പള്ളിയെക്കുറിച്ചുള്ള വിജയൻ മാഷിന്റെ പഠനങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ അതൊക്കെ തന്നെ
ലോകം അംഗീകരിച്ച തിയറിയെ വെച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഡാറ്റയെ നോക്കിക്കാണുന്ന തരത്തിലുള്ള പഠനങ്ങളാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് ഈ പഠനത്തിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങളിൽ അതേ മെത്തഡോളജി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഭാഗം ഒരുപക്ഷെ ആഖ്യാന രൂപങ്ങൾക്ക് മുഴുവൻ തന്നെ നാളെ ബാധകമാകാവുന്ന തരത്തിൽ ഒരു തിയറൈസേഷനിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിൻ്റെ അക്കാഡമിക രംഗത്തെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഉദ്യമമായിട്ടാണ് ഇത് വരിക. അങ്ങനെയുള്ള പഠനങ്ങൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ലിറ്റററി മേഖലയിൽ മാത്രമല്ല സോഷ്യോളജിക്കൽ പഠനങ്ങളിലടക്കം നമുക്ക് വളരെ പരിമിതമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സോഷ്യോളജിയിൽ ആകെ ഇന്ത്യയിൽ നിന്ന് തന്നെ വന്ന ഒരു സാധനം എന്ന് പറയുന്നത് പിന്നെ ക്രാക്കറ്റ് മിറർ പോലുള്ള ശ്രദ്ധേയമായ പുസ്തകങ്ങൾ. അതിന് മാത്രമാണ് ഒരു കൺസെപ്റ്റ്, ഇന്ത്യൻ കൺസെപ്റ്റ് എന്നുള്ള നിലക്ക് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ലോകത്തെ നോക്കി കാണാൻ പറ്റും അക്കാഡമിക്കലായിട്ട്. ആ രീതിയിലുള്ള പഠനങ്ങൾ അത്ര വളരെ പരിമിതമാണ്. ആ പരിമിതിയെ ഭേദിച്ചുകൊണ്ട് മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു തിയറൈസേഷനിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പഠനം ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിനെ തീർച്ചയായിട്ടും ഈ പഠനം ബേസ് ചെയ്യുന്നത് എമ്പാടും അംഗീകരിച്ചിട്ടുള്ള നരവംശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന ക്ലോഡ് ലെവിസ്ട്രോസിനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ലെവിസ്ട്രോസ് ഈ നരവംശാസ്ത്രത്തിന്റെ സാംസ്കാരിക നരവംശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം എന്തുകൊണ്ട് ചരിത്രത്തിൽ അക്കാഡമിക രംഗത്ത് പോലും ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചും കൂടി കൊണ്ടാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ കൂടി ചിന്ത പോകുന്ന തരത്തിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല രാഘവമാഷിന്റെ പഠനത്തിൽ വർത്തമാനകാലത്ത് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ചരിത്രത്തിൽ പല രാഷ്ട്രീയ കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ചില സിദ്ധാന്തങ്ങൾ, ചില പാണ്ഡിത്യങ്ങൾ, ചില പണ്ഡിതരുടെ രീതികൾ ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഇതിനുണ്ട്. നമ്മുടെ കാലം ആവശ്യപ്പെടുന്നു അത്. കാരണം ഇന്ന് കാണുന്ന തരത്തിലുള്ള വികസന മാതൃകകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകം തന്നെ പകച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അവിടെ നമുക്ക് വീണ്ടും ലെവിസ്ട്രോസിനെ ഓർമ്മിച്ചെടുക്കേണ്ടി വരും. ഒരുപക്ഷെ ലോകത്തെക്കുറിച്ച് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ മുന്നോട്ട് വെച്ച ആളാണ്. ഒപ്പം ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രൈം നോട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ലോകബോധത്തെ മാറ്റി മറിച്ച പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് ലോകം പറയാറുണ്ട്. അതിലൊന്ന് മാർക്സ് ആണ്, മറ്റൊന്ന് ഫ്രോയിഡാണ്, ഇനിയൊന്ന് ക്ലോഡ് ലെവിസ്ട്രോസ് ആണ്. ആ ലെവിസ്ട്രോസിന്റെ സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പഠനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടത്ര ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം